ഇതിപ്പോ എന്തിനാ ഈ കണ്ണു നിറഞ്ഞത്? വിശ്വക്ക് നിലയെ കയ്യിൽ പിടിച്ച് അടുത്തേക്ക് ചേർത്ത് നിർത്തി. ഇത്രയും വർഷം എന്നോട് പറയാമായിരുന്നില്ലേ? ഏ? അവൻ അവളിൽ നിന്നും പിടിവിട്ട് രണ്ടടി പിന്നോക്കം നിന്നു. നല്ല ആളോടാ പറയുന്നത്. ഓർമ്മയുണ്ടോ വടിയുമെടുത്ത് സൈക്കിളിന്റെ പിന്നാലെ എന്നെ തല്ലാൻ ഓടി വന്നത് എന്തിനാന്ന്? എന്റെ ചേച്ചി ഞങ്ങൾ വായി നോക്കിന്ന് പറഞ്ഞിട്ട് ആ ആളോട് ഞാൻ വന്ന് ഇഷ്ടം പറഞ്ഞു വന്നാൽ അത് ഓർക്കെ തന്നെ അവൻ തലയിൽ കൈവച്ചു. പറഞ്ഞിരുന്നേ ആ സ്പോട്ട് നീ എന്നെ തല്ലിയേനെ. അത് മാത്രോ, നിന്റെ അച്ഛൻ്റെനും എന്റെ അച്ഛൻ്റെനും നീ എനിക്ക് തല്ല് വാങ്ങി തന്നേനെ. ആ പറച്ചയിൽ തന്നെ അവളൊന്ന് മുഖം ചൊളിച്ചു. സത്യമല്ലേ? ആ, എനിക്കറിയില്ല. അത് തന്നെയാണ് ഉണ്ടാവുക എന്ന ഉറപ്പിൽ അവൾ പിന്നെ മിണ്ടിയില്ല. പക്ഷെ അവനോടുള്ള അടങ്ങാത്ത സ്നേഹം അവളുടെ കണ്ണിൽ തെളിഞ്ഞു നിന്നു. വാ, ഈ നോട്ടം നോക്കി നിന്നാൽ നമ്മൾ പാതിരാത്രി ആയാലും വീട് പിടിക്കില്ല. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു പറമ്പിലേക്ക് തിരിച്ചു കയറി. നില അവന്റെ കയ്യിൽ ചുറ്റി പിടിച്ച് അവനിലേക്ക് ചാഞ്ഞു നടന്നു. ഇനി ഇതുപോലെ എന്തൊക്കെയുണ്ട് പറയാൻ? ഇനി ഒന്നും പറയുന്നില്ല. നമ്മൾ പരസ്പരം കാണും വരെ കുറേ സങ്കടവും വിരഹവും നഷ്ടത്തിന്റെ വേദനയുമൊക്കെയാണ്. അതൊന്നും തൽക്കാലം പറഞ്ഞാൽ ഉദ്ദേശിച്ചിട്ടില്ല മോളെ. അവൻ അവളുടെ തലയിൽ തലമുട്ടിച്ചു. വാ, ഇവിടെ ഒന്ന് കേട്ട് നമുക്ക് വേഗം പോവാം. വണ്ടി ഇവിടെ കിടക്കട്ടെ. വല്യച്ഛന്റെ വീടൊന്ന് ചൂണ്ടിക്കാണിച്ച് അവളെയും കൊണ്ട് വിശ്വത്ത് അങ്ങോട്ട് നടന്നു. വീട്ടിൽ വല്യച്ഛനും വല്യമ്മയും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് ഒരു ചായ സൽക്കാരം സ്വീകരിച്ച് വൈകാൻ നിൽക്കാതെ രണ്ടാളും വേഗം ഇറങ്ങി. നല്ല മെലഡി സോങ് ഒക്കെ വെച്ച് പരസ്പരം കയ്യും കണ്ണും കോർത്ത് ഏറെ ആസ്വദിച്ചുള്ള യാത്രയായിരുന്നു തിരിച്ചു വീട്ടിലേക്ക്. 8 മണിയൊക്കെ കഴിഞ്ഞു വീടെത്തുമ്പോൾ എല്ലാവരും അവരെ കാത്തിരിപ്പായിരുന്നു. പോയ വിശേഷങ്ങൾ ചോദിച്ചും പറഞ്ഞു ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും കിടക്കാൻ ഒരുങ്ങുക. സമയം 10:30യുമായി. റൂമിലെത്തി നേരെ ബെഡിലേക്ക് വീഴാൻ ഒരുങ്ങിയ നിലയെ വിശ്വത്ത് പിന്നിലൂടെ പിടിച്ചു വെച്ചു. അതേ, ഇന്നലെ മിണ്ടാതെയും പറയാതെ അങ്ങ് ഉറങ്ങിപ്പോയതിന് ശിക്ഷയുണ്ട്. ആണോ? അവന്റെ നോട്ടത്തിൽ പതറാതെ അവന്റെ കൈക്കുള്ളിൽ നിന്ന് തന്നെ അവൾ അവനെ നേരെ തിരിഞ്ഞു. പിന്നില്ലാതെ, കുസൃതി നിറഞ്ഞ അവന്റെ ഭാവം. എന്ത് ശിക്ഷയാ തരാൻ പോകുന്നത്? നില അവന്റെ കഴുത്തിൽ കൈചുറ്റി അവനോട് കൂടുതൽ ചേർന്ന് നിന്നു. അവന്റെ കുസൃതി പയ്യെ മാഞ്ഞു. ആ മുഖത്ത് വിരിയുന്ന ഭാവമാറ്റത്തെ നില കണ്ണെടുക്കാതെ നോക്കി നിന്നു. അരക്കെട്ടിലൂടെ ചുറ്റിയ അവന്റെ കൈ അവളെ കൂടുതൽ അവനിലേക്ക് അടുപ്പിച്ചു. സ്നേഹിക്കാൻ പോവാ ഈ രാത്രി മൊത്തം. ഞാൻ നിന്നെ അങ്ങ് സ്നേഹിക്കാൻ പോവാ. അവളിൽ നിന്ന് നോട്ടം മാറ്റാതെ അവളുടെ അത്രയും ഒട്ടിച്ചേർന്ന് അവൻ പയ്യെ മന്ത്രിച്ചു. അവനോട് ഒപ്പത്തിനൊപ്പം നിൽക്കാൻ ഒരുങ്ങിയവൾ ആ മന്ത്രത്തിൽ ഒന്ന് കുളിർത്തു. സമ്മതമാണോ? കാതിൽ അവന്റെ മൂക്കുരസിയതും അവളുടെ കണ്ണടഞ്ഞും കഴുത്തു ചുരുങ്ങി. കഴുത്തിൽ നിന്ന് മുകളിലേക്ക് പടർന്ന തരിപ്പിൽ അവനെ ചുറ്റിപ്പിടിച്ച് അവളുടെ കൈ അഴിഞ്ഞു. തിരിച്ചു പ്രതികരണം വരാതെ ആയപ്പോൾ കുഞ്ഞൊരു ചിരിയോടെ അവൻ മൂക്കുകൊണ്ട് തന്നെ അവളുടെ കഴുത്തിലൊന്ന് ഉരസി. നിലയുടെ അയഞ്ഞ കൈകൾ അവനെ മൊത്തമായി മുറുകെ പുണർന്നു. സ്നേഹിക്കട്ടെ ഞാൻ? ചെവിയിൽ ഒന്ന് ചുണ്ടു ചേർത്തവൻ വീണ്ടും തിരക്കി. എനിക്ക് മതി വരാതെ രാവ് പുലരും വരെ സ്നേഹിക്ക്. കഴുത്തിലേക്ക് അമർത്തി വച്ച അവന്റെ മുഖം പയ്യെ അവൾക്ക് നേരെ തിരിച്ച് അവന്റെ കണ്ണിലേക്ക് നോട്ടം ഒട്ടും പതരാതെ അവൾ പറഞ്ഞ വാക്കുകളിൽ ശരിക്കും കോരിത്തരിച്ചു പോയത് അവനാണ്. ഒരു ദീർഘചുംബനം അവളായി തുടങ്ങി വെച്ചത് ആ രാവ് പുലരുവോളം അവളെ കൊതിതീരാതെ സ്നേഹിക്കാനുള്ള ഒരു ഊർജ്ജമായി അവന്. വിശ്വജിത്തിന്റെയും നിലയുടെയും മനോഹരമായ 2 ദിവസങ്ങൾ കൂടി കടന്നുപോയി. എല്ലാവർക്കും ഒന്നിച്ചുള്ള സന്തോഷ നിമിഷങ്ങൾ. ഒപ്പം അത്യാവശ്യം 2-3 ബന്ധുവീടുകൾ സന്ദർശനവും. പിന്നെ ജിതിനും നീലിമയ്ക്കും കുഞ്ഞിനൊപ്പം പുറത്തുപോയി ഷോപ്പിങ്ങും കറക്കവും ഒക്കെ 2 ദിവസങ്ങൾ. പിറ്റേന്ന് രാവിലെ നിലയെ കൊണ്ടാക്കൽ ചടങ്ങാണ്. വൈകിട്ടോടെ പലഹാരങ്ങളും ഗിഫ്റ്റുകളും ഒരുക്കി വെച്ച് കഴിഞ്ഞപ്പോൾ മുതൽ നീലിമയുടെ ഉള്ളിൽ ഒരു വിങ്ങൽ നിറഞ്ഞു. ജിതിനത് പെട്ടെന്ന് തിരിച്ചറിയാനായി. രാത്രി കിടക്കാൻ റൂമിലേക്ക് എത്തിയവളെ വാതിൽക്ക് വച്ചേ ജിതിൻ മുറുകെ കെട്ടിപ്പിടിച്ചു. അവനൊന്ന് ചേർത്ത് പിടിച്ച നിമിഷം തന്നെ അവൾ വിങ്ങലോടെ കരഞ്ഞു തുടങ്ങി. അവൻ അവളെ അങ്ങനെയെ ചേർത്ത് പിടിച്ച് ബെഡിലേക്ക് ഇരുന്നു. സമാധാന വാക്കുകൾ ഒന്നും വേണ്ട, ഒന്ന് കരഞ്ഞാൽ ആ വിങ്ങലങ്ങ് കുറയുമെങ്കിൽ അങ്ങനെയാവട്ടെ എന്നവനും കരുതി. പക്ഷേ അവന്റെ നെഞ്ച് നനയുന്നതിൽ കൂടുതൽ നീലിമയുടെ തോള് നിറഞ്ഞു എന്നതാണ് സത്യം. കുഞ്ഞിലെ മുതൽ രണ്ടാളുടെയും ജീവനാണ് നില. നകുലിനും അംബികയും പോയപ്പോൾ സ്വയം സങ്കടമൊതുക്കി നിലയെ താങ്ങി നിർത്തിയത് അവരാണ്. പരസ്പരം ഒന്നിച്ചൊരു ജീവിതം തിരഞ്ഞെടുത്തത് പോലും നിലയ്ക്ക് വേണ്ടി. ഇടയിൽ ഓർക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത നാളുകളെ അവർ മറവിക്ക് വിട്ടു. നിലയുടെ കല്യാണം കഴിഞ്ഞു, അതും അവളെ ഏറെ സ്നേഹിക്കുന്ന ആളുമായി. സന്തോഷമാണ്, അങ്ങേയറ്റം സന്തോഷം. എന്നാലും ഞങ്ങളുടേതെന്ന് പറഞ്ഞ് പുറിഞ്ഞു പിടിക്കും പോലെ ഇനി പറ്റില്ലല്ലോ. മതി മതി കരഞ്ഞത്. കുറച്ചു സമയം കഴിഞ്ഞതും ജിതി നീലമ്മയുടെ പുറത്ത് തട്ടി അവളെ അടർത്തി മാറ്റി. അവളെ നാളെ അങ്ങോട്ട് കൊണ്ടുവിട്ടാലും തിങ്കളാഴ്ച അവരിങ്ങോട്ട് വരൂടി.
അവൻ ഒരാഴ്ച ലീവുള്ളൂ. പിന്നെ അവരിവിടെ തന്നെ ഇല്ലേ? നമുക്ക് ഇവിടുന്ന് 15 മിനിറ്റ് ദൂരമല്ലേ ഉള്ളൂ ഇങ്ങോട്ടെത്താൻ. ജിതിൻ നിലമിയുടെ കണ്ണു തുടച്ചുകൊടുന്നുകൊണ്ട് പറഞ്ഞു. അപ്പൊ പിന്നെ ജിതിനേട്ടൻ എന്തിനാ കരഞ്ഞത്? അത് ഞാൻ നിനക്കൊരു കമ്പനി തന്നല്ലേ. ഇല്ലേ നീ കരഞ്ഞു വിളിച്ച് കൊച്ചിനെ കൂടി എണീപ്പിക്കും. അവൻ കണ്ണ് രണ്ട് കൈകൊണ്ടും തുടച്ചു കുഞ്ഞിനെ കയ്യിലേക്ക് ഇരുന്നു. ഉവ്വ, തുടച്ചിട്ടൊന്നും കാര്യമില്ല, പോയി കഴുക്. അമ്മാതിരി വെള്ളച്ചാട്ടമായിരുന്നു. ദേ നോക്ക്, ഞാനാകെ നനഞ്ഞു. നീലിമ പച്ച ചുരിദാറിന്റെ നനവ് പറ്റി പടർന്ന ഷോൾഡറിന്റെ ഭാഗം അവന് കാണിച്ചു കൊടുത്തു. ഇനി ഇത് നീ നാളെ അവളോട് പോയി പറയാൻ നിൽക്കണ്ട. ഊതിയാണേലും ഞാൻ ഇത് ഉണക്കിത്തരാം. ജിതി നീലിമയെ വലിച്ചു മടിയിലേക്ക് ഇരുത്തി. തുടരും. സ്നേഹത്തോടെ, അഭിനവി.